എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 51 ശ്ലോകം 43, 44, 45, 46, 47, 48, 49, 50 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. മുചുകുന്ദന്റെ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു. ഭൂഭാരം നിർവഹിക്കാനായിട്ട് ഞാൻ യദുകുലത്തില് വസുദേവ ഗൃഹത്തില് അവതരിച്ചു. അങ്ങനെ വസുദേവന്റെ പുത്രൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാസുദേവൻ എന്നാണ് എന്നെ ജനങ്ങൾ വിളിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 43. കാലനേമിർഹതഃ കംസ പ്രലംബാദ്യാശ്ച മദ്വിഷ അയം ച യവനോ ദഗ്ധോ രാജൻ തേ തിഗ്മചക്ഷുഷ. കാലനേമി എന്ന കംസൻ, പ്രലംബൻ എന്നിങ്ങനെ പ്രസിദ്ധരായിട്ടുള്ള അസുരന്മാര്, അവര് ധർമ്മദ്രോഹികളായതുകൊണ്ട് എന്റെ ശത്രുക്കളുടെ സ്ഥാനത്തായി അവരെല്ലാം. അവരെല്ലാം ഓരോ കാരണം കൊണ്ട് സംഹരിച്ചു. അവരെ പോലെ തന്നെ ധർമ്മദ്രോഹിയായ ഈ യവനനെയും ഇപ്പോ അങ്ങയുടെ അഗ്നി സദൃശമായ കടുത്ത കണ്ണാകുന്ന ആയുധത്താൽ ദഹിപ്പിച്ചു. സോഹം തവ അനുഗ്രഹാർത്ഥം ഗുഹാമേതാമുപാഗത പ്രാർത്ഥിത പ്രചുരം പൂർവം ത്വയാഹം ഭക്തവത്സല. ഇങ്ങനെ ശത്രുക്കളെ ഓരോന്നായി സംഹരിച്ചു നടക്കുന്ന ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാനായിട്ടാണ് ഈ ഗുഹയിൽ വന്നത്. എന്താ അതിന് കാരണം എന്ന് വെച്ചാൽ, എന്നെ ഭജിക്കുന്നവരെ അധികം സ്നേഹിക്കുന്നത് എന്റെ സ്വഭാവമാണ്. അങ്ങ് പൂർവ്വജന്മത്തിൽ എന്റെ ദർശനം ഉണ്ടാവണമെന്ന് വളരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയെ അനുഗ്രഹിക്കുക എന്നത് എന്റെ ധർമ്മല്ലേ. വരാൻ വൃണീശ്വരാജർഷേ സർവാൻ കാമാൻ ദദാമിതേ മാം പ്രപന്നോ ജനകശ്ചിൻ ന ഭൂയോർഹതി ശോചിതും. അതിനാൽ ഹേ രാജർഷേ, അങ്ങ് ആഗ്രഹിക്കുന്ന വരങ്ങള് ചോദിച്ചോളൂ. അങ്ങയുടെ സർവ്വ അഭീഷ്ടങ്ങളും ഞാൻ നൽകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്നെ ശരണം പ്രാപിച്ച യാതൊരാളും പിന്നെ ദുഃഖിക്കാൻ പാടില്ല. അതാണ് എന്റെ നിശ്ചയം. അങ്ങയുടെ അഭീഷ്ടങ്ങൾ മുഴുവനും സാധിപ്പിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം സാധിക്കാനായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നത് എന്നത് ഭഗവാൻ പറയും. ശ്രീ ശുക ഉവാച ഇത്യുക്ത തം പ്രണമ്യാഹ മുചുകുന്ദോ മുദാന്വിത ജ്ഞാത്വാ നാരായണം ദേവം ഗർഗവാക്യം അനുസ്മരൻ. ശ്രീ ശുകബ്രഹ്മർഷി പറയണേ, ഇങ്ങനെ ഭഗവാൻ അരുളി ചെയ്തത് കേട്ട മുചുകുന്ദ മഹാരാജാവിന് വളരെ സന്തോഷമുണ്ടായി. 28ാം യുഗത്തില് ശ്രീനാരായണൻ ഭൂമിയിൽ അവതരിക്കും എന്ന് ഗർഗമഹർഷി പറഞ്ഞിരുന്ന കാര്യം അപ്പോഴാണ് രാജാവിന് ഓർമ്മ വന്നത്. ശ്രീനാരായണൻ തന്നെ തന്റെ മുമ്പാകെ വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ വളരെ ഭക്തിപൂർവ്വം അങ്ങോട്ട് നമസ്കരിച്ച് മുചുകുന്ദന്റെ അതിഗംഭീരമായിട്ടുള്ള ഗഹനമായ സ്തുതിയാണ് ഇനി. ശ്രീ മുചുകുന്ദ ഉവാച വിമോഹിതോയം ജനയേശ മായയാ ത്വദീയയാ ത്വാം ന ഭജത്യാനർത്ഥദൃക് സുഖായ ദുഃഖപ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിൽ പുരുഷശ്ച വഞ്ചിത. ഹേ സർവേശ്വര, നിന്തിരുവടിയുടെ ശക്തി സ്ത്രീ പുരുഷന്മാരെ ഒരുപോലെ മോഹിപ്പിക്കുന്നു. അത് നിമിത്തം അവർക്ക് പരമാർത്ഥ ദൃഷ്ടി ഉണ്ടാകുന്നില്ല. നശ്വരമായ വിഷയഭോഗത്തെ സമ്പാദിക്കാൻ അനവരതം അധ്വാനിച്ചുകൊണ്ട് കാലത്തെ വിഫലമായി കഴിക്കുന്നതല്ലാതെ പരമാർത്ഥ സ്വരൂപനായ നിന്തിരുവടിയെ അവര് ഭജിക്കുന്നില്ല. മായയുടെ പുഞ്ചിരിയാൽ വഞ്ചിക്കപ്പെട്ട ഈ ലോകർ സുഖാനുഭവത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ദുഃഖസ്ഥാനങ്ങളായിരിക്കുന്ന കളത്രപുത്രാദി സംസാര പദാർത്ഥങ്ങളില് അത്യാസക്തിയുള്ളവരായിരിക്കും. ലബ്ധ്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിതവ്യംഗം അയത്നതോ നഖ.
പാദാരവിന്ദം ന ഭജത്യാസന്മതിർ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. അത് മാത്രമല്ല, പശു, പക്ഷി, പന്നി മുതലായ ജന്മങ്ങളിലും കാമസുഖം സിദ്ധിക്കുന്നുണ്ട്. ഭഗവത് ഭജനമോ മനുഷ്യജന്മങ്ങൾക്ക് മാത്രമല്ലാതെ മറ്റാർക്കും സിദ്ധിക്കില്ല. അങ്ങനെ ഇരിക്കെ ദുർലഭമായ ഒരു മനുഷ്യജന്മം സിദ്ധിച്ചിട്ടും നിന്തിരുവടിയെ ഭജിക്കാത്തവർ മഹാമൂഢൻ എന്നുള്ള അഭിപ്രായത്തോടു കൂടി പറയാണ്. ഹേ നിർമ്മല സ്വരൂപം, ചിത്തശുദ്ധി വരുത്തുവാൻ ഹേതുഭൂതമായ കർമ്മം അനുഷ്ഠിക്കാൻ അധികാരസ്ഥാനമായ ഈ ഭൂമിയിൽ മനുഷ്യത്വം സിദ്ധിക്കുന്നത് സുലഭമല്ല, എത്രയും ദുർലഭമാകുന്നു. അനേക ജന്മസഞ്ചിതമായ പുണ്യപുഞ്ചത്തിന്റെ ഫലമായിട്ട് ഇപ്പോൾ മനുഷ്യത്വം സിദ്ധിച്ചിട്ടും അസത്തായ വിഷയപദാർത്ഥത്തിൽ മനസ്സിനെ ഉറപ്പിക്കുകയാൽ നിന്തിരുവടിയുടെ പാതാരവിന്ദത്തെ ഭജിക്കാതിരിക്കുന്ന പുരുഷൻ വിവേകശൂന്യനായ പശു മീതെ പടർന്നു കാണുന്ന പുല്ല് തിന്നാൻ ആഗ്രഹിച്ച് കിണറ്റിൽ ചാടുന്നത് പോലെ സുഖാഭാസങ്ങളായ ഭാര്യാപുത്രാദി വിഷയങ്ങളാകുന്ന പൊട്ട കിണറ്റിൽ വീണ് ജന്മം വിഫലമായി കഴിക്കുന്നു. മമൈഷകാലോചിത നിഷ്ഫലോഗതോ രാജ്യശ്രിയോന്നത്തമദസ്യ ഭൂപതേ മർത്യാത്മബുദ്ധേ സുതദാരകോശഭൂഷാ സജ്ജമാനസ്യ ദുരന്തചിന്തയ. ഈ ലോകം വഞ്ചിതമായതുപോലെ ഞാനും വഞ്ചിതനായി എന്ന് പറയുന്നു. ഹേ ഭഗവൻ, നിന്തിരുവടിയുടെ ആ മോഹനാത്മികയായ മായയെ ജയിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഞാനും നിന്തിരുവടിയുടെ മായയിൽ അകപ്പെട്ടു. അത് നിമിത്തം എൻ്റെ ഇത്രത്തോളമുള്ള കാലം നിഷ്ഫലമായി തന്നെ കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇതുവരെ ഭഗവാനെ അവിടുത്തെ ഭജിച്ചില്ല. എന്നെ പോലെ രാജ്യ ഐശ്വര്യം മറ്റാർക്കിരിക്കണു എന്നുള്ള മതം എന്നെ ബാധിച്ചു. നശിച്ചു പോകുന്ന ഈ ദേഹത്തേക്കാൾ മീതെ ഒരാത്മാവ് ഉണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ടായില്ല. പുത്രഭാര്യ ധനഭൂമ്യാദികൾ വർദ്ധിപ്പിക്കാൻ എന്തു വഴി എന്നുള്ള ചിന്തയ്ക്ക് അവസാനമുണ്ടായില്ല. അത് നിമിത്തം അങ്ങയെ ഭജിച്ചില്ല. അതിനാൽ കാലം നിഷ്ഫലമായി പോയി. കളേവരേസ്മിൻ ഘടകുട്യ സന്നിഭേ നിരൂഢമാനോ നരദേവ ഇത്യഹം വൃതോ രഥേ ഭാശ്വപദാത്യനീകവേർക്കാം പര്യടൻ ത്വാഗണയൻ സുദുർമദ. കാലം വ്യർത്ഥമായിട്ട് പോയിരുന്നു ആ പറഞ്ഞത് ഈ ശ്ലോകത്തിൽ അങ്ങനെ ധരിച്ചു പറയാണ്. ഘടം, ചുമര് എന്ന പോലെ ജഡമായും ദൃശ്യമായും ഇരിക്കുന്ന ഈ ശരീരത്തിൽ എനിക്ക് അഭിമാനം അധികം ഉണ്ടായി. മനുഷ്യവർഗത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ഉയർന്നവനെന്നും അതിനാൽ എല്ലാവരെയും ശാസിക്കാൻ അധികാരമുള്ള രാജാവാണ് ഞാൻ എന്നുള്ള ഗർവം ഏറ്റവും അങ്ങോട്ട് വർദ്ധിച്ചു വന്നു. ആന, തേര്, കുതിര, കാലാള് എന്നീ 4 വിധ സൈന്യങ്ങളോടും അവയുടെ അധിപന്മാരോടും കൂടി ചേർന്ന് 4 ഭാഗത്തും സഞ്ചരിച്ചു. ഭൂമിയെല്ലാം കീഴടക്കിയതല്ലാതെ ഭഗവാനെ അവിടുത്തെ കുറിച്ച് സ്മരിച്ചതേയില്ല. അതിനാൽ എൻ്റെ ഇതുവരെയുള്ള കാലം പ്രയോജനമായി പോയി. എല്ലാ ശരീരവും ഒരുപോലെ ദൃശ്യമാണ്, ജഡവും നശ്വരവുമായിരിക്കെ എൻ്റെ ശരീരത്തിൽ എനിക്ക് വിശേഷ വിധിയായിട്ടുള്ള അഭിമാനം ഉണ്ടായി. അതുകൊണ്ട് ഞാനിതാ അജ്ഞാനി തന്നെയാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുക മുജുകുന്ദൻ. പ്രമത്തമുച്ചേരിതി കൃത്യ ചിന്തയാ പ്രവൃത്തലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാ വിപദ്യസേ ക്ഷുല്ലേലികാനോ ഗിരിവാഹു അന്തക. അങ്ങേ ഗണിക്കാതെ ഇങ്ങനെ നടക്കുന്നവരെ ഭഗവാൻ ആക്രമിക്കാതിരിക്കില്ല എന്നതാ പറയുന്നത്. ഈ കാര്യം ഇങ്ങനെ ചെയ്യണം, ആ കാര്യം അങ്ങനെ ചെയ്യണം എന്നിങ്ങനെ എപ്പോഴും വിചാരിച്ചും കൊണ്ട് വേണ്ട കാര്യത്തിൽ മനസ്സിരുത്താതെ ഓരോ വ്യർത്ഥ വ്യാപാരങ്ങളിൽ പരിഭ്രമിക്കുന്നു. യത്നഫലം സിദ്ധിക്കാതിരുന്നാൽ കൂടി വിഷയാശ ക്രമേണ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഒട്ടും ശമിക്കുന്നില്ല. ഇങ്ങനെ പരിഭ്രമിക്കുന്നവന്റെ അരികിൽ അന്തകനായ നിന്തിരുവടി വന്നു പിടിച്ച് വിശപ്പ് കൊണ്ട് നാവു നീട്ടി കോർവായകൾ നക്കിക്കൊണ്ട് നടക്കുന്ന പാമ്പ് എലിയുടെ അരികത്ത് വന്ന് അതിനെ പിടിച്ചു തിന്നുന്നത് പോലെ പ്രമത്തനായ ഇവന്റെ അന്തത്തെ വരുത്തുന്നു. സർവജന സംഹാരകർത്താവായ കാലൻ ഭഗവാനിൽ നിന്ന് ഭിന്നനല്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.